നമ്മളെ ക്ലാസ്സിൽ അശ്വിനെ ഇപ്പം കാണുന്നില്ലല്ലേ? 5-6 ദിവസമായി അവനെ കണ്ടിട്ട്. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? അവ അവിടുത്തെ ഒരു ഹോട്ടലിൽ പണിക്ക് പോകുന്നു. ഹോട്ടലിൽ പണിക്ക് പോകുന്നെന്നാ? നമ്മുടെ സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലേ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് കുറ്റകരമാണെന്ന്. നമുക്ക് പോയി അവനെ പോയി വിളിച്ചോണ്ട് വന്നാലാ തിരിച്ച്. വാ നമുക്ക് പോവാം. വാ. നമ്മൾ MRK സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. നമുക്കിവിടെ ക്ലാസ്സിൽ പഠിക്കുന്ന അച്ഛൻ എന്ന കുട്ടി ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? ഇനി അവിടെ ഇവിടെ ഈ ഹോട്ടലിൽ നിന്ന് ജോലി ചെയ്യിപ്പിച്ചാൽ നമ്മൾ കേസ് കൊടുക്കും. നമ്മുടെ സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് കുറ്റവിരുദ്ധമാണ്. ഇനി ഇവനെ ഇവിടെ നിർത്തി ജോലി ചെയ്യിപ്പിച്ചാൽ നമ്മൾ ഇനി കേസ് കൊടുക്കും. നീ വരുന്നില്ലേ സ്കൂളിലോട്ട്? നമുക്ക് സ്കൂളിൽ പോവാം. സ്ഥലങ്ങളിലല്ല, വിദ്യാലയങ്ങളിലാണ്. ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസത്തിനും കളിക്കാനും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും അവകാശമുണ്ട്. ബാലവേല അവസാനിപ്പിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്ക് ഏവർക്കും പ്രവർത്തിക്കാം. ഇന്ന് ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനം. ബാലവേല ഇല്ലാത്ത ലോകം കുട്ടികളുടെ സന്തോഷങ്ങളുടെ ബാല്യം ഉറപ്പാക്കും. 2024 ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം ബാലവേലയ്ക്ക് ചുവപ്പുകാർ, കുട്ടികളുടെ ന്യായമായ കളി, മുതിർന്നവരുടെ മാന്യമായ ജോലി എന്നതാണ്. ബാലവേല പൂർണ്ണമായി അവസാനിപ്പിക്കാനും കുട്ടികളുടെ അവകാശങ്ങളും വിദ്യാഭ്യാസവും സംരക്ഷിക്കാനും ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഈ ദിനം ഓർമ്മിക്കും. എല്ലാ വർഷവും ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. കുട്ടികളെ ജോലി ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രവണതയ്ക്കെതിരെ ബോധവൽക്കരണം സൃഷ്ടിക്കാനും കുട്ടികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനാണ് ഈ ദിനം നാം ആചരിക്കുന്നത്. ബാലവേല കുട്ടികളുടെ വിദ്യാഭ്യാസം, വളർച്ച, മാനസികാരോഗ്യം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. പഠിക്കാനും കളിക്കാനും വളരാനുമുള്ള കുട്ടികളുടെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തി അവരെ ജോലിക്ക് നിയോഗിക്കുന്നത് അവരുടെ ഭാവിയെ തന്നെ ബാധിക്കുന്നു. അതിനാൽ ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസത്തിനും ഒരു സുരക്ഷിതമായ ബാല്യത്തിനും അവകാശമുണ്ടെന്ന് സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നതിനാണ് ഈ ദിനം നാം ആചരിക്കുന്നത്.